Let me welcome you all to this OET Speaking live session. And today is going to be a video for the February 10th OET exam batch. Speakingil എന്തൊക്കെ കാര്യങ്ങളാണ് നിങ്ങൾ അറിയേണ്ടത് അല്ലെങ്കിൽ ജസ്റ്റ് ഒരു ലാസ്റ്റ് മിനിറ്റ് റീക്യാപ്പ് എന്നതുള്ളത് പോലെ എന്തൊക്കെ കാര്യങ്ങളാണ്. So this is the video for you students. അപ്പോൾ let me wait a few seconds for everyone to join. After that we can start our class. ക്ലാസ് അത് കഴിഞ്ഞിട്ട് സ്റ്റാർട്ട് ചെയ്യുന്നതായിരിക്കും. Hope everyone is well prepared to go for the exams. എക്സാംസിന് പോകാൻ എല്ലാവരും വെൽ പ്രിപ്പയർഡ് ആണെന്ന് തന്നെയാണ് ഞാൻ വിചാരിക്കുന്നത്. ഓക്കെ, മീൻ വൈൽ നിങ്ങൾക്ക് എന്തെങ്കിലും ഡൗട്ട്സ് ഉണ്ടോ? ഇപ്പം എക്സാമിന് പോകുന്നതിന് മുമ്പ് ഇഫ് യു ഹാഡ് ലുക്ക്ഡ് ഇൻ ടു എനി ഓഫ് ദ കാർഡ്സ്, ഏതെങ്കിലും ഒരു കാർഡൊക്കെ നോക്കി, ആൻഡ് ഡു യു ഹാവ് എനി ഡൗട്ട്സ്? എന്തെങ്കിലും ഡൗട്ട് ഉണ്ടോ? ഗുഡ് ആഫ്റ്റർനൂൺ സുജി. എന്തെങ്കിലും ഡൗട്ട്സ് ഉണ്ടെങ്കിൽ യു ക്യാൻ കമൻറ്റ് ഡൗൺ. എന്തെങ്കിലും നിങ്ങൾക്ക് തോന്നുകയാണ് ഓക്കെ ദിസ് ഇസ് എ ബിറ്റ് കൺഫ്യൂസിങ് അങ്ങനെ എന്തെങ്കിലും ഫീലിംഗ് ഉണ്ടെങ്കിൽ യു ക്യാൻ കമൻറ്റ് ഡൗൺ. ഇനി ലാസ്റ്റ് നമ്മുടെ ഒരു വീഡിയോയ്ക്ക് ദർ വാസ് എ കമൻറ്റ് ദാറ്റ് ഇസ് ഷുഡ് വി അഡ്രസ് ദ പേഷ്യൻറ്റ് ആസ് മിസ്റ്റർ, മിസ് ഓർ മിസ്സസ്, അങ്ങനെ അഡ്രസ് ചെയ്യണോ എന്നുള്ളത്. ദിസ് വാസ് ദ ക്വസ്റ്റ്യൻ. So the answer is, if they are mentioning, like we ask them, how may I address you during the role play? So this interlocutor is mentioning that you may address me, or you can address me as Mr. Jacob. So technically you have to address them with Mr. Okay? If they didn't mention that you have to call with Mr., they are just telling, you can call me Jacob. അങ്ങനെയാണെങ്കിൽ there is no need to mention that Mr. You can just address him with what they are mentioning. Okay? I just wanted to clear that. Okay, can we move on to the session? Okay, first part നമ്മളുടെ ഒരു എക്സാമിന് ചെല്ലുന്ന സമയത്ത് when you're entering into the hall and you're going to sit in front of an interlocutor, or interlocutor മുന്നിലേക്ക് ഇരിക്കുമ്പോൾ ബി പ്ലസൻറ്റ്, അത്യാവശ്യം കുറച്ച് പ്ലസൻറ്റ് ആയിട്ടിരിക്കുക. ഈവൻ ഡസൻറ്റ് ബോദർ അബൌട്ട് ദ ടൈം. ഇപ്പം 3:30 4 മണി, ഈവൻ ഇഫ് ഇറ്റ് ഇസ് ലൈക്ക് 4 o'clock 5 o'clock, ഡസൻറ്റ് മാറ്റർ, പ്ലീസ് ബി പ്ലസൻറ്റ്. ആൻഡ് വെൻ ദേ ഗ്രീറ്റ് യു, first they will be greeting you, then you can greet them back, and the first thing is they will be giving you an introduction. അവരാരാ, അവരെന്താ എന്നുള്ളൊരു ഇൻട്രൊഡക്ഷൻ തരും. ഇപ്പോൾ മൈ നെയിം ഇസ് ആൻഡ് മൈ ഇൻ്റർലോക്യൂട്ടർ നമ്പർ ഇസ് സോ ആൻഡ് സോ. ദേ വിൽ ബി ഗിവിങ് യു ആൻ ഇൻട്രൊഡക്ഷൻ. സോ പ്ലീസ് ബി കാം ഡ്യൂറിങ് ദാറ്റ് ടൈം. ഒന്നും നമ്മളങ്ങനെ ഇതാവേണ്ട കാര്യമില്ല. പ്ലീസ് ബി കാം. ആഫ്റ്റർ ദാറ്റ് ദേ വിൽ ബി ആസ്കിങ് യു ദ ഫസ്റ്റ് ക്വസ്റ്റ്യൻ, വാട്ട് ഈസ് യുവർ നെയിം? So you can say that my name is, with your name as per your passport. പാസ്പോർട്ടിൽ എങ്ങനെയാണോ കിടക്കുന്നത് അതിനനുസരിച്ച് ചെയ്യുക. Next they will be asking you your candidate number. It is not necessary to by heart the number. You can just read like, my candidate number is 324160. You can just read it like this, normal, like when you are emphasizing each digit. After that you will be getting a question. So you are taking this test as a nurse. Am I right? ഞാൻ പറഞ്ഞ കാര്യം കറക്റ്റ് അല്ലേ എന്നുള്ള രീതിയിൽ ചോദിക്കും. So you can say yes, that's right. Next, after this you will be getting a question, can I see your ID please? So you can just say here it is and just show your passport. They will take it and they will just check. അപ്പം ഫസ്റ്റ് ഗ്രീറ്റ് ചെയ്തു, നമുക്ക് ഗ്രീറ്റിങ്സ് തന്നു, നമ്മൾ തിരിച്ച് ഗ്രീറ്റ് ചെയ്തു. അത് കഴിഞ്ഞിട്ട് നമ്മൾ ആരാ, ഐ മീൻ അവരുടെ ഡീറ്റെയിൽസും കാര്യങ്ങളൊക്കെ അവർ പറഞ്ഞു. അത് കഴിഞ്ഞ് നമ്മുടെ പേര് ചോദിച്ചു. ഫുൾ സെൻറ്റൻസ് ആയിട്ട് പറയുക, നിങ്ങളുടെ പേരെങ്ങനെയാണോ നിങ്ങളുടെ പാസ്പോർട്ടിൽ കിടക്കുന്നത്. നെക്സ്റ്റ് കാൻഡിഡേറ്റ് നമ്പർ ചോദിക്കുന്നു. മൈ കാൻഡിഡേറ്റ് നമ്പർ ഇസ് എന്ന് പറഞ്ഞ് ആൻസർ ചെയ്യുക. ഓരോ നമ്പേഴ്സും എടുത്തെടുത്ത് പറയാനായിട്ട് ശ്രദ്ധിക്കുക. ഇനി നെക്സ്റ്റ് യു ആർ ടേക്കിംഗ് ദിസ് ടെസ്റ്റ് ആസ് എ നഴ്സ്. ഒരു നഴ്സ് എന്ന നിലയിലല്ലേ നിങ്ങൾ ഈ ടെസ്റ്റ് അറ്റംപ്റ്റ് ചെയ്യുന്നത്. സോ നമ്മുടെ ആൻസർ വരുന്നത് യെസ്, ഞാനൊരു നഴ്സ് എന്ന നിലയിലാണ് ടെസ്റ്റ് അറ്റംപ്റ്റ് ചെയ്യുന്നത്. ഇത് പറയുക. അത് കഴിഞ്ഞിട്ട് ഐ ഡി ചോദിക്കും. കെൻ ഐ സി യുവർ ഐ ഡി പ്ലീസ്. അപ്പം ഐ ഡി ചോദിക്കുന്ന സമയത്ത് ഹിയർ ഇറ്റ് ഈസ് എന്ന് പറയുക. ഐ ഡി കൊടുക്കുക. അവർ ചെക്ക് ചെയ്ത് തിരിച്ചു തരും. ഇനി ആഫ്റ്റർ ദിസ് വി വിൽ ബി മൂവിങ് ഓൺ ടു ദ വാം അപ്പ് സെഷൻ. വാം അപ്പ് സെഷനിലേക്കായിരിക്കും പിന്നെ നമ്മൾ പോവുക. വാം അപ്പ് സെഷൻ്റെ അകത്ത് they will be giving you some basic instructions like speak naturally. അതുപോലെ തന്നെ it is a 3 to 4 minute session. They will be giving some basic instructions. Listen to that. And next,
വാം-അപ്പിൽ ദ മോസ്റ്റ് ഇമ്പോർട്ടൻറ്റ് തിങ് ഇസ് ഫോക്കസ് ഓൺ ലിമിറ്റിംഗ് യുവർ ഗ്രമാറ്റിക്കൽ എറേഴ്സ്. ഒരുപാട് ഗ്രമാറ്റിക്കൽ എറർ വരാതിരിക്കാനായിട്ട് മെയിനായിട്ട് ശ്രദ്ധിക്കണം. അനദർ തിങ്, പ്ലീസ് ബി വെരി പ്ലസൻറ്റ്. ആൻഡ് ഇഫ് യു ഡിഡൻറ്റ് അണ്ടർസ്റ്റാൻഡ് എ ക്വസ്റ്റ്യൻ, നല്ല രീതിയിൽ പ്ലസൻറ്റ് ആവുക. അതുപോലെ തന്നെ ഒരു ക്വസ്റ്റ്യൻ മനസ്സിലായില്ല എന്നുണ്ടെങ്കിൽ പ്ലീസ് ഡോണ്ട് ഹെസിറ്റേറ്റ് to ask them again, pardon, could you please restate the question or repeat the question? You can ask them and after that you can answer that. അപ്പോൾ ഇത്രയും കാര്യങ്ങൾ ചെയ്യുക. ഇനി നെക്സ്റ്റ് തിങ് ഇസ്, നിങ്ങൾ ആൻസർ ചെയ്യുന്ന സമയത്ത് when you are answering a question, if you already have humming and slight pauses, answer this warm-up questions with the same. ഈ ഹമ്മിങ്ങും പോസസും വെച്ച് തന്നെ ആൻസർ ചെയ്യാനായിട്ട് നോക്കുക. ഇനി ഡു യു ഹാവ് എനി ഡൗട്ട്സ് റിഗാർഡിംഗ് ദ വാം-അപ്പ് ക്വസ്റ്റ്യൻസ്? എന്തെങ്കിലും ഡൗട്ട്സ് ഉണ്ടോ? എനി ഡൗട്ട്സ്? ഇപ്പം എന്തൊക്കെയാണ് അങ്ങനെ എന്തെങ്കിലും, അല്ലെങ്കിൽ ഈ ക്വസ്റ്റ്യൻ ഇങ്ങനെ ഓക്കെ ആണോ എന്നുള്ള രീതിയിൽ എന്തെങ്കിലും ഡൗട്ട്സ് ഉണ്ടോ? ഡു ഐ നീഡ് ടു ക്ലാരിഫൈ എനിത്തിങ് സ്പെസിഫിക്? എന്തെങ്കിലും സ്പെസിഫിക് ആയിട്ട് ഞാൻ പറയേണ്ടതായിട്ടുണ്ടോ? Do I need to clarify anything? If there is nothing, you can just let me know. Then we can move on to the next part. പ്രത്യേകിച്ചൊന്നും ഇല്ല എന്നാണെങ്കിൽ നമുക്ക് ഉടനെ തന്നെ അടുത്ത പാർട്ട് സ്റ്റാർട്ട് ചെയ്യാം. ഇനി ആൻസർ ചെയ്യുമ്പം ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ളൊരു കാര്യമാണ് ആൻസർ ചെയ്യുന്നത് നല്ല കോൺഫിഡൻ്റ് ആയിട്ട് ചെയ്യാനായിട്ട് നോക്കുക. ട്രൈ ടു ആൻസർ ദ ക്വസ്റ്റ്യൻസ് ഇൻ എ വെരി കോൺഫിഡൻറ്റ് വേ. അനദർ തിങ് ഈസ്, ഇഫ് യു ഹാവ് ഡിഫിക്കൾട്ടീസ് ലൈക്ക് ഇപ്പം ഭയങ്കര റെസ്ട്രിക്റ്റഡ് ആയിട്ട് തോന്നുന്നു എന്നാണെങ്കിൽ യു ക്യാൻ യൂസ് ഹാൻഡ് സിഗ്നൽസ് ഒക്കെ യൂസ് ചെയ്യാം, വിച്ച് ഇസ് കംപ്ലീറ്റ്ലി ഫൈൻ. ഒരു കുഴപ്പമില്ല, നിങ്ങൾക്ക് യൂസ് ചെയ്യാവുന്നതാണ്. പിന്നെ അവോയ്ഡ് ആൻസറിങ് ലൈക്ക് ഇൻ എ ബൈ ഹാർട്ട് വേ, കാണാപ്പാഠം പഠിച്ചു വെച്ചതുപോലെ. യു ക്യാൻ ആൻസർ ഇറ്റ് ഇൻ യുവർ ഓൺ വേ വിത്ത് ലിമിറ്റഡ് ഗ്രമാറ്റിക്കൽ എറേഴ്സ്. അപ്പം ഇത്രയും കാര്യങ്ങളാണ് ഓവറോൾ അബൌട്ട് ദ വാം-അപ്പ് സെഷൻ. നല്ല രീതിയിൽ പ്രസൻറ്റ് ചെയ്യുക. ദ വേ യു പ്രസൻറ്റ് ദ ആൻസേഴ്സ് റിയലി മാറ്റേഴ്സ്. നല്ല എങ്ങനെയാണോ നമ്മൾ പ്രസൻറ്റ് ചെയ്യുന്നത് അതിനെയാണ് നമ്മൾ ഏറ്റവും കൂടുതൽ ഫോക്കസ് ചെയ്യാൻ പോകുന്നത്. ഇനി after this they will be moving on to the preparation time. The first thing, you will be given a card, you will be given some space. നിങ്ങൾക്ക് എഴുതാം. യു ക്യാൻ റൈറ്റ് ഇൻ യുവർ കാർഡ് ഇൻ ബിറ്റ്വീൻ ദ കോൺവെർസേഷൻ ആസ് വെൽ ആസ് ഡ്യൂറിങ് യുവർ പ്രിപ്പറേഷൻ ടൈമിലാണെങ്കിലും അല്ലാതെ നമ്മുടെ റോൾ പ്ലേ സമയത്താണെങ്കിലും നിങ്ങൾക്ക് കാർഡിൻ്റെ അകത്ത് എന്ത് വേണമെങ്കിലും എഴുതാം. നിങ്ങൾക്ക് അത്യാവശ്യം കുറച്ച് സ്പേസ് ഒക്കെ ഉണ്ടാകും, സൈഡിലായിട്ടും കാര്യങ്ങളിലും ഒക്കെ കുറച്ച് സ്പേസ് ഒക്കെ ഉണ്ടാകും. പിന്നെ അതുപോലെ തന്നെ ഇഫ് യു ഡിഡൻറ്റ് അണ്ടർസ്റ്റാൻഡ് എ വേർഡ്, ഒരു വേർഡ് മനസ്സിലായില്ല എന്നാണെങ്കിൽ എക്സ്ക്യൂസ് മീ സർ അല്ലെങ്കിൽ എക്സ്ക്യൂസ് മീ മാം പറയുക. കുഡ് യു പ്ലീസ് ടെൽ മീ ദ മീനിങ് ഓഫ് ദിസ് വേർഡ്? ഈ വേർഡിൻ്റെ മീനിങ് ഒന്ന് പറയാമോ എന്നുള്ളത് ചോദിക്കുക. വെൻ ദേ ടെൽ യു ദ മീനിങ്, just say thank you sir അല്ലെങ്കിൽ thank you ma'am. You can say that. When the 3 minutes time is up, exactly 3 minutes കഴിയുമ്പോൾ they will be telling you okay 5 minutes, you have 5 minutes speaking time. അതുപോലെ തന്നെ when I stop you, don't panic, the time will be up. ടൈം അപ്പ് ആവുന്ന സമയത്ത് ഞാനൊന്ന് സ്റ്റോപ്പ് ചെയ്യും, അതൊന്നും ഓർത്ത് ടെൻഷൻ അടിക്കണ്ട എന്നുള്ള രീതിയിൽ അവർ പറയും. So you can just say okay, and after that you will be starting with your 5 minutes time. ഇനി during your preparation time there are a few things which you need to remember. The first thing, find out whom you are going to speak. Is it a patient? Is it a bystander? Then the disease condition, what is it എന്നുള്ളത് just have an idea about it. എന്താണ് കണ്ടീഷൻ എന്നുള്ള കാര്യം ഒന്ന് മനസ്സിലാക്കി വെക്കുക. നെക്സ്റ്റ്, another thing is be conscious. നല്ല രീതിയിൽ കോൺഷ്യസ് ആയിരിക്കണം, because they may tell you a lot of information at a stretch or they may just answer to the question. രണ്ട് രീതിയിലും വരാം. So please do listen to what they are speaking. അവരെന്താ പറയുന്നതെന്നുള്ളത് ഒന്ന് ശ്രദ്ധിക്കണം. പിന്നെ അതുപോലെ തന്നെ when you are starting the conversation, start it with a pleasant smile. നന്നായിട്ടൊന്ന് പ്ലെസൻറ്റ് ആയിട്ട് നല്ല കോൺഫിഡൻ്റ് ആയിട്ട് സ്റ്റാർട്ട് ചെയ്യുക. ആഫ്റ്റർ ദാറ്റ് ഇത് കഴിഞ്ഞിട്ട് focus on maintaining an IPR and a good intonation, which is really important. നല്ല രീതിയിൽ ഇൻറ്റോണേറ്റ് ചെയ്യുക, അതുപോലെ തന്നെ നല്ല രീതിയിൽ IPR മെയിൻറ്റെയിൻ ചെയ്യാനായിട്ട് നോക്കുക. ഇനി if you are getting a short card, we cannot predict because nowadays there are a lot of changes. കുറേ ട്രെൻഡ്സ് ഒക്കെ മാറി മാറി വരുന്നുണ്ട്. ഇപ്പം നമുക്ക് വരുന്ന കാർഡുകളെല്ലാം ഒരു 6 to 7 months മുൻപ് വന്ന കുറേ കാർഡുകളൊക്കെ ഇങ്ങനെ ഷഫിളായിട്ട് വരുന്നുണ്ട്. So we cannot predict anything. Therefore
you can look, just check if this is enough for me to speak for 5 minutes, or should I focus some additional points which I can go for if I have time left ആകുവാണെങ്കിൽ എനിക്ക് പറയാനുള്ള എന്തെങ്കിലും പോയിൻറ്റ്സ് ഉണ്ടോ എന്നുള്ളതൊന്ന് നോക്കുക, ലൈക്ക് എന്തെങ്കിലും അഡീഷണൽ പോയിൻറ്റ്സ്. ആൻഡ് യു ക്യാൻ പ്രിപ്പയർ ദീസ് അഡീഷണൽ പോയിൻറ്റ്സ് ഡ്യൂറിങ് യുവർ പ്രിപ്പറേഷൻ ടൈം. ഇതെല്ലാം ഒന്ന് പ്രിപ്പറേഷൻ ടൈമിൽ സെറ്റ് ചെയ്ത് വെക്കുക. കാരണം കോൺവെർസേഷൻ സ്റ്റാർട്ട് ചെയ്ത് കഴിഞ്ഞിട്ട് പിന്നെ നമുക്കൊന്നും ചെയ്യാൻ പറ്റില്ല. കാരണം ആ സമയത്ത് ഇഫ് ദേ ആർ ആസ്കിങ് യു ഓക്കെ യു സ്റ്റിൽ ഹാവ് ടൈം സ്പീക്ക് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ വി വിൽ ബി സെർച്ചിങ് ഫോർ പോയിൻറ്റ്സ്. ഇൻ ഓർഡർ ടു അവോയ്ഡ് ദാറ്റ് ഇറ്റ് ഇസ് ബെറ്റർ. Okay, and if you're getting a very lengthy card, see if there is any optional points which you can refer or which you can go for if you have time left ആകുവാണെങ്കിൽ മാത്രം എനിക്ക് ടച്ച് ചെയ്യാൻ പറ്റുന്ന പോയിൻറ്റ്സ് ഉണ്ടോ. ഇനി some of the students had commented that they have a doubt whether it is necessary to complete all the tasks. അപ്പം ഇതിൻ്റെ അകത്ത് ഇപ്പോൾ ഐ ക്യാൻ സീ എ ലോട്ട് ഓഫ് സ്റ്റുഡൻസ്. സോ ക്യാൻ യു പ്ലീസ് ലെറ്റ് മീ നോ, എല്ലാ ടാസ്കും കംപ്ലീറ്റ് ചെയ്യുന്നത് ഇമ്പോർട്ടൻ്റ് ആണോ? ഇസ് ഇറ്റ് റിയലി നെസസറി? എല്ലാ ടാസ്കും കംപ്ലീറ്റ് ചെയ്യുക എന്നുള്ളത് വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ളൊരു കാര്യം ആണോ അല്ലയോ? വാട്ട് ഡു യു ഫീൽ? Okay, so let me give you the answer for this question. Yes, it is important. Okay, I saw Nancy's answer. Yes, അത് ഇമ്പോർട്ടൻ്റ് ആണെന്ന് നാൻസി പറഞ്ഞിട്ടുണ്ട്. ഇനി റെസ്റ്റ് ഓഫ് ദി സ്റ്റുഡൻസ്, വാട്ട് ഡു യു ഫീൽ? ഇമ്പോർട്ടൻ്റ് ആണോ ഇമ്പോർട്ടൻ്റ് അല്ലേ, എന്താണ്? ഇനി ഇഫ് യു ആർ ഗെറ്റിംഗ് എ വെരി ലെങ്തി കാർഡ്, ഭയങ്കര ലെങ്തി ആയിട്ടുള്ളൊരു കാർഡ് കിട്ടുവാണെങ്കിൽ പ്ലീസ് ഡോണ്ട് ഇൻക്രീസ് ദ സ്പീഡ് ജസ്റ്റ് ടു ഫിനിഷ് ഓഫ് ഓൾ ദ ടാസ്ക് ഫിനിഷ് ചെയ്യണമല്ലോ എന്നോർത്ത് മാത്രമായിട്ട് ധൃതി പിടിച്ച് ആൻസർ ചെയ്യാനായിട്ട് നിൽക്കരുത്. ഓക്കെ, അപ്പോൾ നമുക്ക് ആ ഒരു സമയത്ത് ജസ്റ്റ് ഫോക്കസ് ഓൺ യുവർ ഇൻറ്റോനേഷൻ, അതുപോലെ തന്നെ ഹമ്മിങ്, പോസസ്, ഗ്രമാറ്റിക്കൽ എറേഴ്സ്, ഇങ്ങനെയുള്ള കാര്യങ്ങളെ ഫോക്കസ് ചെയ്യുക. ബിക്കോസ് ഇഫ് യു ആർ ഗെറ്റിംഗ് ടാസ്ക് അറൗണ്ട് 9, ഒരു 9 അല്ലെങ്കിൽ 8 ടാസ്ക് ഒക്കെ വരുവാണെങ്കിൽ ഇറ്റ് ഈസ് റിയലി ഹാർഡ്, നല്ല ബുദ്ധിമുട്ടായിരിക്കും. കാരണം അവരുടെ സൈഡിൽ നിന്ന് അല്ലെങ്കിൽ അത്രയ്ക്ക് ഇൻവോൾവ്മെൻറ്റ് കുറവായിരിക്കും അവരുടെ സൈഡിൽ നിന്ന്. ബട്ട് വി നീഡ് ടു ഹാവ് ദെയർ ഇൻവോൾവ്മെൻറ്റ് അറ്റ് സം പോയിൻറ്റ്. ഏതെങ്കിലും ഒരു പോയിൻറ്റിൽ നമുക്ക് അവരുടെ ഒരു ഇൻവോൾവ്മെൻറ്റ് വേണം. Okay, so we have various options. You can combine task. Okay, MFX video has commented. Okay, just combine the task. Combine ചെയ്യാം ഒരു 2 ടാസ്കുകൾ. If it is related, you can combine both tasks. അത് നിങ്ങൾക്ക് ചെയ്യാവുന്നതാണ്. അതുപോലെ തന്നെ you can leave one task that is optional. ഒരു ഓപ്ഷണൽ ടാസ്ക് ആയിട്ട് വേണമെങ്കിൽ ഒരെണ്ണം മാറ്റി വെക്കാം. അങ്ങനെ ചെയ്യാവുന്നതാണ്. അപ്പോൾ ടാസ്ക് കംപ്ലീഷൻ ഇമ്പോർട്ടൻ്റ് ആണോ എന്ന് ചോദിച്ചാൽ ദ ഫസ്റ്റ് തിങ് ഈസ് ഇറ്റ് ഈസ് ഇമ്പോർട്ടൻറ്റ് ടു ആൻ എക്സ്റ്റെൻറ്റ്. ഒരു പരിധി വരെ ഇമ്പോർട്ടൻ്റ് ആണ്, നമ്മൾ കംപ്ലീറ്റ്ലി വേണ്ട എന്നല്ല പറയുന്നത്. എന്നാലും നമ്മൾ ഈ ഒരു റോൾ പ്ലേ ചെയ്യുന്ന സമയത്ത് നമ്മൾ ഫോക്കസ് ചെയ്യുന്ന കാര്യങ്ങൾ, ഫസ്റ്റ് തിങ്, ആദ്യത്തെ കാര്യം, നമ്മൾ പേഷ്യൻ്റ് ചോദിക്കുന്നതിനനുസരിച്ചാണോ നഴ്സ് റെസ്പോണ്ട് ചെയ്യുന്നത്, ഇത് നമ്മൾ നോക്കും. പിന്നെ അതുപോലെ തന്നെ പേഷ്യൻറ്റിൻ്റെ അടുത്ത് അത്യാവശ്യം ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള കാര്യങ്ങൾ നഴ്സ് കൺവേ ചെയ്തിട്ടുണ്ടോ, ഇത്രയും കാര്യങ്ങളാണ് നമ്മൾ മെയിനായിട്ട് ചെക്ക് ചെയ്യുക. നോ മാറ്റർ ഹൗ മച്ച് യു ഫിനിഷ്, യു വിൽ ബി അസസ്ഡ് ഫോർ ജസ്റ്റ് 5 minutes. ആ 5 minutesനായിരിക്കും നിങ്ങളെ അസസ് ചെയ്യുക. നത്തിങ് മോർ, നത്തിങ് ലെസ്. ഓക്കെ, I hope it is clear for everyone. ഇതെല്ലാവർക്കും ക്ലിയർ ആണെന്ന് ഞാൻ വിചാരിക്കുന്നു. ഓക്കെ, ഡു യു ഹാവ് എനി ഡൗട്ട്സ് സോ ഫാർ? ഇപ്പോൾ അവർ പറഞ്ഞ കാര്യങ്ങളിൽ എന്തെങ്കിലും ഡൗട്ട്സ് ഉണ്ടോ? One more thing that I would like to tell most of the students is to avoid repeating phrases and follow-up questions. Do you have any concerns? I think most of the students use that a lot in their conversation. ഒരുപാട് ഉപയോഗിക്കുന്നുണ്ട്. ഡു യു ഹാവ് എനി കൺസേൺസ്? ഒരു 4-5 വട്ടമെങ്കിലും ഡു യു ഹാവ് എനി കൺസേൺസ് ചോദിച്ചിട്ടുണ്ടാവും കോൺവെർസേഷൻ്റെ അകത്ത് തന്നെ. സോ അവോയ്ഡ് യൂസിങ് ദാറ്റ് ഓൺ എ റിപ്പീറ്റഡ് ബേസിസ്. ആൻഡ് അനദർ തിങ്, ഐ ക്യാൻ അണ്ടർസ്റ്റാൻഡ് യുവർ കൺസേൺ, ഐ ആം സോ സോറി ടു ലേൺ ദാറ്റ്, അല്ലെങ്കിൽ ഐ ആം സോ സോറി ടു ഹിയർ ദാറ്റ്. അവോയ്ഡ് റിപ്പീറ്റിംഗ് ദീസ് ഫ്രേസസ്. യൂസ് സം വൊക്കാബുലറീസ് ദാറ്റ് യു ആർ റിയലി കോൺഫിഡൻറ്റ് വിത്ത്. നമുക്ക് നന്നായിട്ട് അറിയാവുന്ന, നല്ല രീതിയിൽ കോൺഫിഡൻ്റ് ആയിട്ടുള്ള വൊക്കാബുലറീസ് നന്നായിട്ട് യൂസ് ചെയ്യുക.
ഇത്രയും കാര്യങ്ങളാണ്. നെക്സ്റ്റ് തിങ് ഇസ് the role plays which you can focus. The first one is confirm task role plays. Confirm that the patient is having an inflammation, അങ്ങനെ വരുന്ന cases, and confirm that the patient is here for this. അങ്ങനെ വരുന്ന 2 ടാസ്കുകളും യു നീഡ് ടു ഫോക്കസ്. നെക്സ്റ്റ് വൺ ഇസ് ജസ്റ്റ് എക്സാമിൻഡ് കേസ്. ജസ്റ്റ് എക്സാമിൻഡ് ഞാൻ ഇനി പറയേണ്ട കാര്യമില്ല എന്ന് തോന്നുന്നു. There is no need of your introduction, there is no need of greetings. So how we are going to start this conversation is by thank you for allowing me to assess. Based on my examination, I can see that you have this. അങ്ങനെ വരുന്ന ഒരു സിറ്റുവേഷൻ, അങ്ങനെ വരുന്ന റോൾ പ്ലേസ് എല്ലാം നന്നായിട്ട് നോക്കുക. ഇനി ബിഫോർ ഗോയിങ് ഫോർ യുവർ എക്സാംസ് വി സ്റ്റിൽ ഹാവ് 3 days more. Wednesday, Thursday and Friday. We do have 3 days left. So during these 3 days time, focus on all type of role plays. Because we cannot predict what kind of role play that we will get. നമുക്ക് ഏത് റോൾ പ്ലേ കിട്ടുമെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ നമുക്കറിയത്തുകൂടിയില്ല. അപ്പോൾ അതുകൊണ്ട് തന്നെ ഇറ്റ് ഈസ് ബെറ്റർ ദാറ്റ് യു ഫോക്കസ് ഓൺ ഓൾ സോർട്ട് ഓഫ് റോൾ പ്ലേസ് ലൈക്ക് റിലക്റ്റൻറ്റ് പേഷ്യൻറ്റ്, റിലക്റ്റൻറ്റ് ബൈസ്റ്റാൻഡർ, nursing agency, community health center, hospital ward, hospital admitted case and discharge cases, post-operative ward, അതുപോലെ തന്നെ clinic. You can check on all these scenarios. Home visits, ഇതെല്ലാം നോക്കുക. Regular and general home visit cases, both these cases. Next, confirm task role plays. You can check on all these role plays. If you want, you can look into our live sessions also. We had done most of the role plays as live sessions. അപ്പോൾ അതെല്ലാം ഒന്ന് നോക്കുക. ഇനി, do you have any doubts on how to start a regular home visit case? റെഗുലർ ഹോം വിസിറ്റ് എങ്ങനെയാണ് സ്റ്റാർട്ട് ചെയ്യേണ്ടതെന്നുള്ള കാര്യത്തിൽ നിങ്ങൾക്ക് എന്തെങ്കിലും ഡൗട്ട് ഉണ്ടോ? One more thing, bracketed information വരുമ്പോൾ whenever you are getting a bracketed information role play card, please do explain those things. നിങ്ങളുടേതായ രീതിയിലാണ് നിങ്ങളിത് പ്രസൻറ്റ് ചെയ്യുന്നതെന്നൊന്ന് തോന്നിക്കാൻ വേണ്ടിയിട്ട്. ഓക്കെ, ജസ്റ്റ് ഒന്ന് അങ്ങനെ പ്രാക്ടീസ് ചെയ്യുക. പിന്നെ അതുപോലെ തന്നെ ഇഫ് യു ആർ ഗെറ്റിംഗ് എ ക്വസ്റ്റ്യൻ വിച്ച് യു ഡിഡൻറ്റ് എക്സ്പെക്റ്റ് ഓർ വിച്ച് യു ഹാവൻറ്റ് ഫൗണ്ട് ഇൻ യുവർ റോൾ പ്ലേ കാർഡ്, നമ്മൾ കണ്ടില്ല അല്ലെങ്കിൽ നമ്മുടെ റോൾ പ്ലേ കാർഡിൻ്റെ അകത്ത് ഇങ്ങനൊരു പോയിൻ്റ് എവിടെയും നമ്മൾ വായിച്ചതായിട്ട് ഓർക്കുന്നില്ല എന്നാണെങ്കിൽ, ഡോണ്ട് പുട്ട് ലോട്ട് ഓഫ് ഹമ്മിങ് ആൻഡ് പോസസ്. ജസ്റ്റ് say your empathetic or sympathetic phrase. After that, meanwhile when you're saying this sentence, you can find out where this is. I can understand your situation എന്നുള്ള രീതിയിൽ. ഓക്കെ, എങ്ങനെയാ അപ്പം ജസ്റ്റ് അവിടെ ഒന്ന് I can really sense your emotions അല്ലെങ്കിൽ I can really sense your feelings എന്നൊക്കെ പറയുന്ന ആ ഒരു സ്റ്റേറ്റ്മെൻറ്റിൻ്റെ അത് പറഞ്ഞു തീർക്കുന്നതിനുള്ളിൽ ജസ്റ്റ് ട്രൈ ടു ഫൈൻഡ് ഔട്ട് വെയർ ദേ ആർ ആസ്കിങ്, എന്ത് പോയിൻ്റാണ് അവർ ചോദിച്ചുകൊണ്ടിരിക്കുന്നത് എന്നുള്ളത് ജസ്റ്റ് ഒന്ന് സെർച്ച് ചെയ്യുക. എന്നാലും ഒരുപാട് ഹമ്മിങ്ങും പോസസും ഇടാതിരിക്കുന്നതാണ് നല്ലത്. Please tell regarding regular home visit introduction. Okay, regular home visit introduction is going to be like, I hope you remember me. So they will say yes. Yes, Nas. Okay, once again my name is. This once again part is completely optional. വേണമെങ്കിൽ മാത്രം ചെയ്താൽ മതി. It's not like a strict thing. ഉറപ്പായിട്ടും ചെയ്യണം എന്നല്ല, വേണമെങ്കിൽ ചെയ്യും, ചെയ്തില്ല എന്നോർത്തിട്ടും കുഴപ്പമൊന്നുമില്ല, നമുക്ക് നമ്മുടെ ഇഷ്ടമാണ്. Once again my name is, I am from the community health center to check the progress in your condition. You can do this. ഇനി ഐ ഹോപ്പ് ഓവറോൾ എല്ലാവർക്കും ഒരു ഐഡിയ കിട്ടി എന്ന് തന്നെ ഞാൻ വിചാരിക്കുന്നു. ഡു ഐ നീഡ് ടു ക്ലാരിഫൈ എനിത്തിങ് എൽസ്? ഞാൻ വേറെ എന്തെങ്കിലും നിങ്ങൾക്കൊന്ന് ഡൗട്ട് ക്ലിയർ ചെയ്യാനായിട്ട് പറയേണ്ടതായിട്ടുണ്ടോ? ഈസ് ഇറ്റ് ക്ലിയർ സുനു? സുനുവിനത് ക്ലിയർ ആണെന്ന് ഞാൻ വിചാരിക്കുന്നു. ഓക്കെ, ഇനി എന്തെങ്കിലും ഡൗട്ട്സ് നിങ്ങൾക്കുണ്ടോ? സ്പീക്കിങ്ങിൻ്റെ ടൈമിൽ ഇറ്റ്സ് ഓൾ അബൌട്ട് യുവർ കോൺഫിഡൻസ്. ഈവൻ ഇഫ് യു ആർ റിയലി ടെൻസ്ഡ്, നല്ല രീതിയിൽ ടെൻഷനായിരിക്കും ചിലപ്പോൾ, എന്നാലും പുറത്തോട്ട് അത് കാണിക്കാതിരിക്കാൻ മാക്സിമം നോക്കുക. ലൈക്ക് അപ്പുറത്തിരിക്കുന്ന ആൾക്കും കൂടെ തോന്നരുത് ദൈവമേ ഈ കുട്ടി ഇപ്പം താഴെ വീഴും എന്നുള്ള പോലെ ഒരു ഫീലിംഗ് വരരുത്. അപ്പോൾ ജസ്റ്റ് ഒന്ന് കോൺഫിഡൻ്റ് ആയിട്ട് പുറത്തോട്ടൊന്ന് കാണിക്കുക. പിന്നെ നല്ല പ്ലസൻ്റ് ആയിട്ട് ഇരിക്കുക, നല്ല രീതിയിൽ ഇൻറ്റോനേറ്റ് ചെയ്യുക, ഒരുപാട് ഗ്രമാറ്റിക്കൽ എറേഴ്സ് വരാതിരിക്കാൻ നോക്കുക. പിന്നെ ബ്രാക്കറ്റഡ് ഇൻഫോർമേഷൻ എപ്പോഴും ഒരു സെൻറ്റൻസ് ആയിട്ട് കൺസ്ട്രക്ട്
കൺസ്ട്രക്റ്റ് ചെയ്ത് പറയാനായിട്ട് നോക്കണം. സെൻറ്റൻസ് കൺസ്ട്രക്ഷൻ നല്ല രീതിയിൽ ശ്രദ്ധിക്കണം. ഒരുപാട് തെറ്റുപറ്റിപ്പോയി എന്നുള്ളൊരു ഒരു ഫീലിംഗ് വരരുത് കേൾക്കുന്ന ഒരാൾക്ക്. അപ്പോൾ അങ്ങനെയുള്ള കാര്യങ്ങൾ നോക്കുക. പിന്നെ മാക്സിമം ടാസ്കുകൾ കംപ്ലീറ്റ് ചെയ്യാനായിട്ട് തന്നെ നോക്കുക. ബട്ട് ചില കേസസിൽ ഇപ്പം നമുക്ക് ഭയങ്കര ലെങ്തി ആണെന്നുണ്ടെങ്കിൽ ചിലപ്പോൾ നമുക്ക് ഫുള്ളൊന്നും തീർക്കാൻ പറ്റിയെന്ന് വരത്തില്ല. ബട്ട് ദാറ്റ്സ് ഫൈൻ. അവർ ഇഫ് ദേ സേ ടൈം ഇസ് അപ്പ് എന്ന് പറഞ്ഞാൽ ഓക്കെ, താങ്ക് യു ആൻഡ് ഐ വിഷ് യു ഗുഡ് ഹെൽത്ത്, ഇത്രയൊക്കെ പറയാനുള്ള ടൈമൊക്കെ നിങ്ങൾക്ക് ചിലപ്പോൾ കാണത്തുള്ളൂ. അപ്പോൾ അതിനനുസരിച്ച് ടൈം അഡ്ജസ്റ്റ് ചെയ്ത് സംസാരിക്കാനായിട്ട് നോക്കുക. ഓക്കെ, സോ വൺസ് അഗെയിൻ ഓൾ ദി ബെസ്റ്റ് ടു ഓൾ ദി സ്റ്റുഡൻസ്. എല്ലാവർക്കും നല്ല രീതിയിൽ എക്സാം അറ്റൻഡ് ചെയ്യുക, കോൺഫിഡൻ്റ് ആയിട്ട് പോവുക, ടെൻഷൻ അടിക്കരുത്. ടെൻഷൻ അടിക്കണ്ട എന്ന് പറഞ്ഞാലും നമ്മൾ ടെൻഷൻ അടിക്കും, എന്നാലും നല്ല രീതിയിൽ കോൺഫിഡൻ്റ് ആയിട്ട് പോയിട്ട് 2 കാർഡും പ്രസൻറ്റ് ചെയ്യുക. കാർഡിൻ്റെ ലെങ്ത്ത് കണ്ട് ടെൻഷൻ അടിക്കരുത്. ബിക്കോസ് ലെങ്ത്ത് ചിലപ്പോൾ ഒരുപാട് കാണത്തുള്ളൂ, ചിലപ്പോൾ അതിൻ്റെ അകത്തെ കോണ്ടൻറ്റൊക്കെ വളരെ കുറവായിരിക്കും. എന്നാലും നമ്മളായിട്ടൊരു റിസ്ക് എടുക്കുന്ന പോലെ ആവരുത്. അപ്പം അതിന് വേണ്ടിയിട്ട് ഓക്കെ. സോ ഐ ഹോപ്പ് എവ്രി വൺസ് ഡൗട്ട്സ് ആർ ക്ലിയർഡ്. അത്യാവശ്യം എല്ലാവരുടെയും ഡൗട്ടുകളെല്ലാം ഞാൻ ഓവറോൾ കംപ്ലീറ്റ് ചെയ്തിട്ടുണ്ട്. ഇനി നന്നായിട്ട് എല്ലാ രീതിയിലുള്ള കാർഡുകളും വാം-അപ്പ് ക്വസ്റ്റ്യൻസും ഒക്കെ നോക്കുക. All the best to all the students who are going to write exams on Feb 10th. Thank you everyone for joining the session.